വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിൽ 300 രൂപക്ക് കാണാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലാനിലെയാണ് ഇത് ഗുണാത. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കൊടൈക്കനാൽ ഫുള്ള് ഏകദേശം 45 കിലോമീറ്ററിൽ ചുറ്റിലുള്ള എല്ലാ കാര്യങ്ങളും വരെ നമുക്ക് ഈ ബസ്സിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി കാണിച്ചു തരും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു റൈറ്റിന് കൊടൈക്കനാൽ കാണുന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വരിക. അവിടെ വന്നിട്ട് ഇവനെ കണ്ടാൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു റൈറ്റിൽ നമുക്ക് കൊടൈക്കനാൽ 45 കിലോമീറ്റർ ചുറ്റളവിൽ കൊടൈക്കനാലുള്ള എല്ലാ സ്ഥലങ്ങളും ഇവൻ കാണിച്ചു തരും. അതിന് നമ്മൾ കൊടുക്കേണ്ടത് 300 രൂപ ആണ്. അത് സീസൺ അനുസരിച്ചിട്ട് കൂടാനും കുറയാനും ഉള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ റൈറ്റാണ് 300. എല്ലാ സീസണിലും ഈ ഒരു റൈറ്റിന് നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ റഷ് ആയിരിക്കുന്ന സമയത്ത് അധികமாக വരുമാ കൊഞ്ചം ജാസ്തി കുറച്ച് അധികവും കുറച്ച് കുറയാനും സാധ്യത ഉണ്ട് സീസൺ ടൈമും ഓഫ് സീസൺ ടൈമിലും. അപ്പോൾ അത് മുൻകൂട്ടി കാണുക. ഇപ്പോഴത്തെ റൈറ്റ് അനുസരിച്ചിട്ട് 300 രൂപ ആണ്. ഇപ്പോൾ മിക്ക ടോട്ടൽ ജാസ്തിയാ എന്താ റൈറ്റ് 400 മിനിമം ഒരു 400 അന്ത റേഞ്ചിലെ വരയ്ക്കും പോകും. അല്ല 400 രൂപ വരെ സീസൺ അനുസരിച്ചിട്ട് കൂടാനുള്ള സാധ്യത ഉണ്ട്. നോർമൽ ആ ഒരു 300 രൂപക്ക് നമുക്ക് കൊടൈക്കനാൽ ചുറ്റി കാണാം. ഈ ഒരു പ്ലാനിൽ നമുക്ക് 300 രൂപക്ക് അധികം സമയം നമുക്കിവിടെ കൊടൈക്കനാൽ ചുറ്റി കാണാൻ പറ്റും. അപ്പോൾ കൊടൈക്കനാൽ വരുന്നവർ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് നമ്മളെ ട്രാവൽസിൻ്റെ ബസ്. നമുക്ക് போயிட்டு கொடைக்கானலுக்கு வந்து கரெக்டாக கண்டுட்டு வரோம். நம்ம வந்து ஃபஸ்ட் பாயிண்ட் தான் இப்போ நம்ம வந்திருக்கோம். இந்த பாயிண்டோட நேம் வந்து கோக்கர்ஸ் வாக். இங்கே பார்க்குறது என்ன வியூ இருக்குன்னா அந்த போர்டில் போடுற மாதிரி இது எல்லா வியூ தான். அதாவது கொடைக்கானலோட சின்ன சின்ன மவுண்டன்ஸோட வியூ, ட்ரைபல் பீப்புள் ஆதிவாசிகள் கிராமத்தோட வியூ, அதுக்கப்புறம் வந்து லெவல் ஏரியா பிளைன் சிட்டியோட வியூ பாயிண்ட், பெரியகுளம், தேனி, கம்பம், மதுரை அந்த லாஸ்ட் வரைக்கும் ஃபுல் அண்ட் ஃபுல் எல்லாமே வியூ பாயிண்ட் தான். இதில் இன்னொரு மெயினான விஷயம் என்னென்னா நீங்கள் உள்ளே வந்து ஒரு 1/2 கிலோமீட்டர் வாக் பண்ணி போகிற மாதிரி இருக்கும். வாக் பண்ணி போகும்போது லெஃப்ட் ஹேண்ட் சைடில் கீழே ஃபென்சிங் போட்டிருப்பாங்க. அது கொஞ்சம் டவுனில் பார்த்தீங்கன்னா அதாவது குறிஞ்சி ஃப்ளவர் 12 இயர்ஸ்க்கு ஒரு டைம் வரல குறிஞ்சி ஃப்ளவர். அது கொடைக்கானலை பொறுத்தளவு ஒரு 2-3 பிளேசஸில் மட்டும்தான் அந்த லீவ்ஸே இருக்கும் செடிகள். ஃபஸ்ட்டு வந்து இங்கே இதுக்கு அடுத்து வந்து குறிஞ்சியாண்ட ஒரு டெம்பிள் இருக்கும். அது ஃபுல்லாக அந்த எல்லாமே வியூ தான். உள்ளே வந்து 2-3 டெலஸ்கோப் ஹவுஸ் எல்லாமே வரும். டெலஸ்கோப்பில் ஃபுல்லாக வியூ எல்லாம் பார்க்கணும். ப்ளைன்ஸ் ஏரியா ஃபுல் அண்ட் ஃபுல் எல்லாமே வியூ பாயிண்ட். 1/2 கிலோமீட்டர் வாக் பண்ணி போகிற மாதிரி இருக்கும். இந்த நேம் வந்து இந்த கோக்கர்ஸ் அதாவது கோக்கர்ஸ் வாக்குன்ற நேம் வச்சுருக்காங்க இல்லையா. இந்த கோக்கர்ன்றது வந்து ஒரு ஃபாரினருடைய நேம் தான். அவர் வந்து பிரிட்டிஷ் பீரியடில் வந்து இந்த பாயிண்டில் வந்து ஃபுல்லாக அந்த லாஸ்ட் வரைக்கும் மார்னிங் ஈவினிங் வந்து வாக்கிங் பிளேஸாக யூஸ் பண்ணிட்டு இருந்தாங்க. அதனால தான் அவருடைய நேம்லேயும் இந்த பாயிண்ட்டையும் வச்சுருக்காங்க. താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാം. ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിൽ എഴുതിയ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. നമുക്ക് നീലക്കുറിഞ്ഞി എത്ര വർഷത്തിലെ പൂക്കാണ്? 12 വർഷത്തിലെ ഒരു പ്രാവശ്യം പൂക്കുന്നതാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കൾ. ഇപ്പോൾ എടുക്കാം നീലക്കുറിഞ്ഞി ഇപ്പോൾ സീസൺ കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റൂല. പിന്നെ 12 വർഷത്തിൽ அந்த ലീവ്സ് എടുക്കും. അപ്പോൾ അതിൻ്റെ ഇല മാത്രമേ ഇപ്പം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇല മാത്രമേ ഇപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് കാണാം. പിന്നെ നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്തല്ല, അതിപ്പോൾ കഴിഞ്ഞിക്കണ്. ഇനി ചിലപ്പോൾ അടുത്ത സീസണിലാകുമ്പോൾ ഇന്നും 12 വർഷം എടുക്കാം. അപ്പോൾ ഇനി 12 വർഷം കഴിഞ്ഞാലാണ് ഇനി 11 വർഷം കഴിഞ്ഞാലാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് 20 രൂപ ആണ്. ഇവിടെ കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് 20. മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ 30 രൂപയും കൊടുക്കണം. ഇവിടെ കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് 30 രൂപയാണ്. ഇവിടെ കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് 20 രൂപ. പിന്നെ മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ 30 രൂപ ക്യാമറൻ്റെ ചാർജും കൊടുക്കണം. പിന്നെ ഇവിടുന്ന് ഒരു 30 മിനിറ്റ് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. 30 മിനിറ്റ് നടക്കുക. ഒരു 15 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ ഇവർ തരുന്നതുമാണ്. അപ്പോൾ നമുക്ക് കയറിയിട്ട് ഉള്ളിൽ പോയിട്ട് കാണാം. ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്ന സമയം 45 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പോയിട്ട് നമുക്ക് ഉള്ളിൽ കാണാം. ഓക്കെ, മഞ്ഞ് വന്ന് നിൽക്കുന്നത് കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ ഒരു 4-5 വർഷം മുൻപ് ഞാൻ വന്നതാണ്. അന്ന് ഇത്ര മഞ്ഞില്ല. അന്ന് നമുക്ക് താഴെ വരെ നല്ല രീതിയിൽ കാണാം. പക്ഷേ ഇപ്പോൾ നല്ല മഞ്ഞ് വന്നിട്ട് കൂടിയിട്ടുണ്ട്. നല്ല വെള്ള കളറുണ്ട്. നമ്മൾ ശരിക്കും ഒരു മേഘത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ലിവിങ് റൂട്ട്. സബ്സ്ക്രൈബ് ചെയ്യോ? ആ മേഘത്തിൻ്റെ ഇടയിലൂടെ ആ ഗ്രാമം കാണുന്നത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഒരു ചെറിയ പോയിന്റിൽ മാത്രമേ നമുക്ക് മേഘം ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് ആ ഗ്രാമം കാണാൻ പറ്റുന്നുണ്ട്. ശരിക്ക് ഫ്ലൈറ്റ് പോകുമ്പോൾ അങ്ങനെ ഉണ്ടായില്ല. ശരി, നമ്മളെ രണ്ട് സൈഡിലും മേഘം ഇങ്ങനെ കാണാം. ആ ഒരു വീലുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ.
കണ്ടോ, ഈ ഒരു സീസണിൽ വന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗൈഡ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസത്തിന് ശേഷം നല്ലൊരു ക്ലൈമറ്റ്, നല്ല വെയിലൊക്കെ ഉള്ള നല്ല രീതിയിൽ കാണാൻ പറ്റിയ ഒരു കാലാവസ്ഥ എപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഭയങ്കര ലക്കിയാണ്, ഈ നല്ലൊരു കാലാവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റി ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് പിന്നെ അവിടെ ലെൻസ് ഉണ്ട്, ആ ലെൻസ് ഉപയോഗിച്ചിട്ട് താഴേക്ക് കാണാം. പക്ഷേ ഈ ഒരു മേഘം വന്ന് നിൽക്കുന്നത് കൊണ്ട് താഴെ കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരുപാട് പോയിന്റ് ഉണ്ട്, ആ ഒരു പോയിന്റ് നമ്മൾ ആ ലെൻസ് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി. തേനി പിന്നെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടുന്ന് താഴത്ത് നോക്കിയപ്പോൾ ആദിവാസികളെ വില്ലേജ് അതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റിയിരുന്നു, ഇവിടുന്ന് ലെൻസിൽ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഈ ഒരു പ്രാവശ്യം കാണാൻ പറ്റും തോന്നുന്നില്ല, കാരണം അത്രയ്ക്കും മേഘമുണ്ട്, മേഘം മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു സീസണാണ്, കയ്യെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. പിന്നെ കൊടൈക്കനാലിനെ സംബന്ധിച്ചിട്ട് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു കാലാവസ്ഥ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ ഒരു കാലാവസ്ഥ ആവണമെന്നില്ല. പിന്നെ ഇപ്പോൾ ഏതായാലും നമ്മൾ ഭയങ്കര ലക്കിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വന്ന മാറ്റം കണ്ടോ. നമ്മൾ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് കണ്ടൊരു കാഴ്ചയല്ല, ഇപ്പം ശരിക്കും ആ മേഘമൊക്കെ കൂടി കലങ്ങിയിട്ട് മുകളിൽ പോയിട്ട് സ്പ്രെഡ് ആകുന്നുണ്ട്. തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ഇതിൽ നിന്ന് ഇപ്പം തന്നെ മാറി. ഇപ്പം കണ്ടോ ആ വില്ലേജ് നല്ല ക്ലിയർ ആയിട്ട് ആ ഏരിയ കണ്ട്, ആ വില്ലേജിൻ്റെ ഏരിയ കണ്ടോ, ഫുള്ള് മേഘങ്ങൾ നീങ്ങിയിട്ട് അതൊക്കെ ഈ ഒരു സൈഡിലേക്ക് മാറി ഒരു വില്ലേജ് നല്ല ഉഷാറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബൈനോക്കുലർ. അപ്പോൾ ഞാൻ പറഞ്ഞ ബൈനോക്കുലർ ഇവിടാണ്. ഇതിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ട്രൈബൽസ് വില്ലേജൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അതിൽ നോക്കുന്നില്ല, കാരണം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും കാണില്ല. കാരണം അതിന് മാത്രം മഞ്ഞ് വന്നിട്ട് അടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സൈഡ് ഇപ്പോൾ നല്ല ക്ലിയറായി വന്ന്. അപ്പോൾ ഈ പറഞ്ഞ വ്യൂ പോയിൻ്റൊക്കെ ഈ ഒരു ഏരിയയിലാണുള്ളത്. കുറച്ച് സമയം നടന്നു വരാനുള്ളൊരു സൈഡാണിത്. അപ്പോൾ വ്യൂ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വരനത് ക്ലോസ് ചെയ്തിട്ടതാണ്. പിന്നെ നല്ല ക്ലിയറുള്ളൊരു സമയത്ത് മാത്രമേ നോക്കിയിട്ട് കാര്യമുള്ളൂ. എവിടെ ഇருக்கு. അപ്പോൾ നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം ഈ ഒരു ഇതപ്പോൾ ചേഞ്ച് ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്ലേസിലേക്ക് പോവാം. എടുക്കട്ടുമാ? ആ சொல்லுங்க. ഫോട്ടോ ஏதாச்சும் சொல்லுங்க இந்த இடத்தை பற்றி. I like this place. Very super. Very enjoy. Okay. Super climate. അപ്പോൾ ഇവർ നമ്മുടെ കൂടെ ആ ബസ്സിൽ വന്ന ടൂറിസ്റ്റാണ്. നമുക്ക് ഊരങ്ക പുതുക്കോട്ടൈ. അപ്പോൾ ഇവർ വന്നത് പുതുക്കോട്ടയിൽ നിന്നാണ്. എவ்வளோ നാൾ ഇരിക്കും ഇங்கே? 2 days. അപ്പോൾ 2 ദിവസമാണ് അവരോട് ഉദ്ദേശിച്ചത്. ഞാൻ ചിലപ്പം full enjoyment. நல்லா இருக்கு. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ട് ஷேர் பண்ணுங்க, லைக் பண்ணுங்க, மறக்காம ബെൽ ഐക്കൺ പ്രസ് பண்ணுங்க. അപ്പോൾ ഇവർ പറഞ്ഞ മാതിരി നമ്മൾ ചാനൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒരു പോയിന്റിൽ കാണാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഇനി മറ്റൊരു പോയിന്റിലേക്ക് പോവാണ്. കാരണം ഈ ബസ്സിൽ ഒരുപാട് ആളുണ്ട്. നമ്മളൊരാൾ നേരെ വെക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ സമയം പോവും. അതുകൊണ്ട് നമുക്ക് തന്ന സമയത്ത് തിരിച്ചെത്തണം. അപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും പറ്റും. അവർ അറേഞ്ച് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം, പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ഏട്ടാ, ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് എന്താണ്? നല്ല സ്ഥലം, നല്ല വ്യൂ. നമ്മൾ ഡോൾഫിനോസ് കണ്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗോർത്തായിരുന്നു നമ്മൾ വന്നിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലം, ഇഷ്ടപ്പെട്ടു. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നൊരു ഫാമിലിൻ്റെ റിവ്യൂ ആണ് നമുക്ക് കിട്ടിയത്. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. പിന്നെ എല്ലാവരും വരാൻ ശ്രമിക്കുക. ഇപ്പം നല്ലൊരു കാലാവസ്ഥ ഉള്ളൊരു സമയമാണ്. ഈ ഒരു സമയത്ത് തന്നെ എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. ഈ കുറഞ്ഞൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കണ്ടോ, ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയറായി. ഫുള്ള് മഞ്ഞു ഈ ഒരു ഭാഗത്തുനിന്ന് ആ ഒരു ഭാഗത്തേക്ക് നീങ്ങി കഴിഞ്ഞിട്ട്
ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാൽ ലേക്ക് വ്യൂ പോയിന്റിൽ വന്ന് അപ്പോൾ ഗൈഡ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശദീകരിച്ച് തരും. നമുക്ക് ലേക്ക് വ്യൂ പോയിന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇവിടെ കാണുന്നതാണ് ലേക്ക് വ്യൂ പോയിന്റ്. അവിടെ കാണുന്നതാണ് ലേക്ക് വ്യൂ போயிண்ட். പിന്നെ അവിടെ ஒரு இங்கேருந்து பார்க்குறது எப்படின்னா இந்த மெயின் ரோடு தெரியுது இல்லையா, ரவுண்டா ரோட்டுக்கு பேக் சைடில் கொஞ்சம் தண்ணி தெரியுது இல்லையா, அந்த தண்ணி விட்டுட்டு லெஃப்ட் சைடில் இந்த ஓரத்தில் கொஞ்சம் தண்ணி தெரியுதா, அதை விட்டு கரெக்டாக சென்டர் போயிட்டு மட்டும் பாருங்க. அந்த தீ மாதிரி அமைஞ்சிடும். ஸ்ரீலங்கா ஒட்டி வரும் பார்த்தீங்களா, அதுக்கு ஸ்ரீலங்கா கட்டுறாங்க, அதெல்லாம் இங்கே இருக்காது. இது எப்படி அமைஞ்சிருச்சுன்னா இந்த லெஃப்ட்டில் அந்த மரம் வளர்றது பார்த்தீங்களா, வளர்ந்துருக்கு இல்லையா, லெஃப்ட்டில் அந்த மரம் வளர்ச்சியாக அந்த ஷேப் வந்து மாறிடும். அதே மாதிரி அங்கே டாப்பில் தெரியுது இல்லையா, தூர்தர்ஷன் டிவி டவர் அப்படின்றது அந்த பாருங்க சார், அங்கே பாருங்க தூர்தர்ஷன் டிவி டவர்ன்றது. ஆக்சுவலாக வந்து அந்த டவர் வந்து பிரிட்டிஷ் பீரியடில் பண்ணது தான். ஏன்னா அந்த டைமில் வந்து அந்த வழித்தடம்லாம் எதுவுமே கிடையாது. டவருடைய டாப் வியூன்றது கொடைக்கானல் சரௌண்டிங் இல்லாமல் லெவல் ஏரியா, கொடைக்கானல் அடிவார பகுதின்றாங்களே, இங்கேருந்து பார்த்தோம்னா டாப் வியூ தெரியும். அதை கனெக்ட் பண்ணி தான் கொடைக்கானல் அந்த மலைக்கு மேலே இருக்குது அப்படின்னு சொல்லி பார்த்து எல்லாமே இங்கே வந்தது. அதுக்கப்புறம் வந்து டிடி சேனல் தூர்தர்ஷன் யூஸ் பண்ணாங்க. இப்போ வந்து கோடை எப்பன்னு சொல்கிறாங்க இல்லையா, கொடைக்கானல் ரேடியோ ஃபோட்டோஸ் எடுக்கிறாங்க தான். அந்த பக்கம் போனீங்கன்னா அந்த பேக்ரவுண்ட் சரியாக எடுக்க முடியாது. இங்கேருந்தே ஃபோட்டோஸ் எடுத்துங்க, அப்படி இல்லைன்னா இங்கேருந்து எடுத்து. யாருக்கு ஃபோட்டோஸ் எடுக்கிறதுனா சொல்லுங்கள், கேமரா மொபைல் கேமரா கொண்டு வந்துருக்கீங்க இல்லையா, நான் லொக்கேஷன் சொல்கிறேன், எங்கேருந்து ஃபோட்டோ எடுக்கிறேன், யார் எடுக்கிறேன்னா என்னோட மொபைல் கூட நான் எடுத்துறேன். சரியா, ஃபஸ்ட்டு வியூ பாருங்கள், அதுக்கப்புறம் ஃபோட்டோ எடுத்தீங்களா. அதை பற்றி என்ன சொல்லணும்னா சொல்லிக்கோங்க. இந்த இடத்த பொறுத்த பார்த்தீங்கன்னா ஃபஸ்ட்டே பாருங்க, அவ்வளோ இது இல்லை, ரொம்ப நல்லா இருக்கு சொல்லுவார். நாங்கள் வந்து இதுதான் ஃபஸ்ட் டைம் வரோம் எல்லாரும் சேர்ந்து, ரொம்ப ஜாலியாக இருக்குது. இந்த உங்களை சந்தோஷத்துலேயும் சந்தோஷம். அப்படியே சப்ஸ்கிரைப்லாம் பண்ணியாச்சு, நீங்களும் லைக் ஷேர் சப்ஸ்கிரைப் பண்ணுங்க. ஓகே, நன்றிண்ணே. അപ്പോൾ നമ്മൾ ലേക്ക് വ്യൂ കണ്ട് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ഈ ടൂറിസ്റ്റ് പ്ലാനിലുള്ള മറ്റൊരു സ്ഥലം പോയിട്ട് കാണാം നമുക്ക്. இன்னும் அழகா போட்டோ எடுக்க முடியல. பேக் கேமரா சூப்பரா நம்மள சீக்கிரம் கல்யாணம் இது நம்ம பேசுறது. ஆமா, அப்ப என்ன மைக்கு உடனே അപ്പോൾ കൊടൈക്കനാലിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റിലാണ് നമ്മളുള്ളത്. എല്ലാ സ്ഥലത്തും മഞ്ഞ് വന്ന് മൂടിയിട്ട് നമുക്ക് താഴെ ഭാഗത്തേക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അത്ര മഞ്ഞൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഈ പ്രാവശ്യം നല്ല ഫുള്ളും മഞ്ഞാണ്. പക്ഷേ മഞ്ഞിങ്ങനെ കാണണമെങ്കിൽ ഈ ഒരു സീസണിൽ തന്നെ വരണം. നമുക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതിന് മുകളിൽ കയറിയിട്ടൊന്ന് കാണാം എന്താ അവസ്ഥ എന്ന് നോക്കാം.
சரி ஓகேவா? ஓகே. இப்போ வந்திருக்கு இந்த ஸ்பாட்டுடைய நேம் மோயர் பாயிண்ட். கொடைக்கானலே ரொம்ப ரொம்ப முக்கியமான பாயிண்ட்டு. தமிழ்நாடு கேரளா பார்டர் ஏரியா அப்படின்றது இப்போ நம்ம நிற்கிற ஸ்பாட். இந்த ஸ்பாட் அதாவது நம்மளுடைய பேக் சைடில் இந்த ரோடு வந்து இங்கேருந்து கேரளா பார்டர் மூணாறு போகக்கூடிய ஷார்ட்கட் ரோடு. இங்கேருந்து போனால் 86 கிலோமீட்டர் மட்டும் தான் ஷார்ட்கட்டில். ஆனால் மூணாறு வரைக்கும் போகிறதுக்கு இப்போ யாருக்குமே அலோடே இல்லை. என்ன ப்ராப்ளம்னா கேரளா சைடு தமிழ்நாடு சைடு ரெண்டு பக்கம் வந்து கொஞ்சம் ஸ்மக்லிங் பிரச்சனை. இது வந்து 25-30 இயர்ஸ்க்கு முன்னாடி இருந்த ப்ராப்ளம் தான். அதுலேருந்து இந்த செக் போஸ்ட் போட்டு க்ளோஸ் பண்ணது தான். ஆனால் இதுக்குள்ளே போகிறதுக்கு ஜஸ்ட் 15 கிலோமீட்டர்ஸ் வந்து நமக்கு வந்து அலவுட் இருக்குது. 15 கிலோமீட்டர் உள்ளே போகிறதா இருந்தால் கொடைக்கானல் டிஸ்ட்ரிக்ட் ஃபாரஸ்ட் டிபார்ட்மெண்ட் ஆஃபீஸ் போய் இதுக்குன்னு ஸ்பெஷலாக பர்மிஷன் வாங்கினா தான் உள்ளே போகிறதுக்கு யாராவது அலவுட். மற்ற யாருமே அலவுடே கிடையாது. இந்த செக் போஸ்ட் ஓப்பன் பண்ணது பிரிட்டிஷ் பீரியடில் ஒரு பிரிட்டிஷ் கவர்னர். அவரோட நேம் தாமஸ் மோயர். அவருடைய மெமோரியல் ஸ்பாட் தான் இந்த ஸ்பாட். அதனால தான் மோயர் பாயிண்ட் அப்படின்னு சொல்லி இந்த ஸ்பாட்டுடைய நேமு. மூணாறில் வந்து டாப் ஸ்டேஷன் சொல்லி ஒரு ஸ்பாட் இருக்குது. இந்த ரோடு போய் ஜாயிண்ட் ஆகிறது அங்கே தான். 25-30 இயர்ஸ்க்கு முன்னாடி இந்த ரோடு கொடைக்கானல் டு மூணாறு வரைக்கும் பஸ் டிரான்ஸ்போர்ட்டிங் இருந்தது. பட் ஆனால் இப்போ கிடையாது. ஓகேவா? அந்த மேலே இருக்க அந்த டவர் வந்து அவருடைய மெமோரியல் டவராக வச்சுருக்காங்க. அவருடைய நேம் அண்ட் மொபைல் நம்பர் போட்டு அவருடைய மெமோரியல் டவரை தான் டவர் வச்சுருக்காங்க. அதனால் அவருடைய மெமோரியல் பாயிண்ட் தான் இந்த மோயர் பாயிண்ட். இப்போ நம்ம வந்திருக்கு கொடைக்கானலோட முக்கியமான ஸ்பாட்ன்றது இந்த ஸ்பாட். டவுன் இறங்கிங்களா? இது ஒரு ஸ்பாட். இந்த ஸ்பாட் இப்போ வந்திருக்கு. இந்த ஸ்பாட்டோடைய நேம் வந்து பைன் ட்ரீ ஃபாரஸ்ட். தமிழ் சினி ஃபிலிம் ஷூட்டிங் பாயிண்ட் அப்படிங்கிறது. தமிழ் ஃபிலிம்ஸ் அதாவது நிறைய சாங்ஸு அதே மாதிரி ஃபைட்டு எல்லாமே ஷூட்டிங் எடுக்கக்கூடியது அந்த பைன் ட்ரீ ஃபாரஸ்ட் இருக்குது. இந்த ட்ரீவுடைய நேம் வந்து பைன். சயின்ஸ் நேம்ன்றது வந்து பைனஸ். ஊசியிலை காடுகள் சொல்லி நம்ம படிச்சிருப்போம். அந்த பைன் ஃபாரஸ்ட்ன்றது தான் இந்த டோட்டல் ஃபாரஸ்ட். சேம் பைன் ட்ரீ ஃபாரஸ்ட் கொடைக்கானல் டோட்டல் வந்து 186 கிலோமீட்டர்ஸ் டோட்டல் ஃபுல் ரவுண்டு. ஒரு முக்கியமான பாயிண்ட்டுக்கு மட்டும் தான் அந்த பைன் ஃபாரஸ்ட் வந்து டூரிஸ்ட் வந்து உள்ளே போகிறதுக்கு வந்து அலவுடு. ரொம்ப அதிக இடத்துக்கு வந்து அலவுடு கிடையாது. என்ன பிரச்சனை அப்படின்னா புதகுலிகள் சொல்கிறாங்க இல்லையா, அதெல்லாம் இருக்கிறதெல்லாம் போய் கிடையாது. இருக்கிறதெல்லாம் உண்மையானதான். டோட்டல் வந்து நிறையா ஃபாரஸ்ட்டில் இருக்குது. இந்த ஃபாரஸ்ட்டில் இல்லாமல் இருக்கனால தான் டூரிஸ்ட் வந்து உள்ளே வந்து அலோவ் பண்ணிட்டு இருக்காங்க. ரொம்ப ஆப்போசிட் மேல் பக்கம் ரைட் ஹேண்ட் சைடில் லெஃப்ட் ஹேண்ட் சைடில் போகிறது யாருக்குமே அலவுட் இல்லை. ஜஸ்ட் இந்த ஏரியா மட்டும்தான். ஃபோட்டோ ஷூட் எடுக்கிறதுக்கு இந்த பாயிண்ட் வந்து ரொம்ப நல்லாயிருக்கும். தேங்க்யூ. അങ്ങനെ നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റ് കണ്ട് ഇനി അടുത്ത പ്ലേസിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഗുണാക്കാവാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗുണ എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഗുണാക്കാവ് കാണാം. നമ്മളിപ്പോൾ പോകുന്നത് കൊടൈക്കനാലിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. ഗുണാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗുണ ഫിലിം ഷൂട്ട് ചെയ്ത പ്ലേസ് ആണെന്ന് പറഞ്ഞില്ലേ ഞാൻ, അതിവിടെയാണ്. പിന്നെ സൂയിസൈഡ് പോയിന്റ് ആണ് ഇവിടെ. ഫിലിം ലൊക്കേഷൻ ഷൂട്ടിങ്ങും കാര്യങ്ങളും ആളുകൾ ചുരം കയറി ഗുഹ ഇറങ്ങിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ എങ്ങനെ ഈ ഗുഹയിൽ കൂടെയാണ് ചുരം കയറിയതെന്നോ? ചുരം കയറിയത്. ഇതിന്റെ ഇടയിൽ കൂടെ കുറെ ചാടുകളുണ്ട്. അത് ഗ്രില്ലിട്ടാട്ട് വെച്ചിട്ടുണ്ടാണ്. അടിപൊളി സൂപ്പറാണ്. പിന്നെ കൊടൈക്കനാലിന്റെ ആ കോടുമഞ്ഞ് നമുക്ക് ഞങ്ങൾ വന്നപ്പോൾ നല്ല കോടയായിരുന്നു ഇവിടെ ഫുള്ള്. ഇപ്പോൾ എല്ലാം നീങ്ങി ക്ലിയർ ആയില്ലേ? ശരി. ഏതാ ട്രാവൽ നോക്കുന്നുണ്ടാവും.
ഞാൻ ജോൺ, എൻ്റെ മകള് വിന്നി, നിഷ വൈഫ്. ഒരുപാട് വർഷങ്ങൾ ജോബും പിന്നെ ജീവിതത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സുമായിട്ട് കുറേ വർഷങ്ങൾ ജീവിച്ച് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഇവിടെ കൊടൈക്കനാലിൽ ഇന്നലെ വന്നതാണ്. ഈ ഒരു ഇങ്ങനെ ഒരു വ്യൂ ഇങ്ങനെ ഈ ഒരു ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായത്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, വളരെ സന്തോഷം. ചെറിയ ബഡ്ജറ്റിൽ ആസ് മൈ കൊലീഗ് സെഡ്, in small budget we could see a lot of like viewpoints especially. Thank you. ഇപ്പൊ നമ്മൾ കാണുന്നത് ഗുണാക്കാവിന്റെ മുകളിലുള്ള വ്യൂ ആണ്. ഇവിടുന്ന് 500 അടി വരെയാണ് അളന്നിട്ട് കിട്ടിയത്. കിട്ടാത്തത് ഇനിയും ഒരുപാടുണ്ട്. ശരിക്കും ഈ ഒരു ഗുഹ വഴിയാണ് ആൾക്കാർ ഈ മല കയറിയത് എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ ഇതിനകത്തെ കാര്യം വിടുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ് മരിച്ചവരുടെ എണ്ണം 17 ആളാണ്. അതിനുശേഷം ഇവിടുന്ന് ആരെയും വിടുന്നില്ല. വീണ് മരിച്ച ആരെയും ബോഡിയും കിട്ടിയാൽ എടുക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഹൈറ്റിലാണ് ഈ ഒരു കാവ് നിൽക്കുന്നത്. ശരിക്കും ഇവിടെ ഒരു പാറ ഉണ്ട്. ഇത് മഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ മഞ്ഞുള്ളത് കൊണ്ട് അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് താഴേക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ മഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ മഞ്ഞില്ലാത്തൊരു സീസണിലാണ് നിങ്ങൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള മഞ്ഞില്ലാത്തൊരു സീസണിലാണ് നിങ്ങൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് വന്ന മഞ്ഞ് കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് വരണം. ശരിക്കും ഇങ്ങനെ മഞ്ഞ് പറക്കുന്നത് കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് വരണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ മറ്റൊരു സീസണിൽ വരണം. അപ്പോൾ നമുക്കിനിയും അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. ചെന്നൈ പോയി 1.5 വർഷം. ഇപ്പൊ നിൽക്കുന്നത് ഈ പാക്കേജിന്റെ അവസാനത്തെ പ്ലേസ് ആയ ബ്രയാൻ പാർക്കിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പാക്കേജ് തീരുകയാണ്. ഈ പ്രാവശ്യം വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഈ ഒരു പാക്കേജിൽ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പല പല പാക്കേജ് ആയിട്ട് എടുത്തു. അപ്പോൾ ഏത് പാക്കേജ് എടുക്കുകയാണെങ്കിലും ഈ ഒരു റൈറ്റാണ് ഇവർ വാങ്ങിക്കുക. ഒരു 300 രൂപയാണ്. അന്ന് നമ്മളോട് 350 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൈറ്റാണ് അവർ വാങ്ങിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ കാണാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല സ്ഥലത്തുനിന്ന് ബുക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി
ആളുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ ആളും പോയിട്ട് അതിലുള്ള പാക്കേജ് എടുത്ത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൊടൈക്കനാലിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഒരു വിധം ഏകദേശം ഒരു 80% ഒരേ റൂട്ടിൽ ഇങ്ങനെ കറങ്ങി വരാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പല പാക്കേജ് എടുത്ത് കഴിഞ്ഞാൽ അവരെന്താക്കും, നമ്മളെല്ലാവരെയും കൂടി ഒരു വണ്ടി കയറ്റിയിട്ട് എല്ലാവരും പല പാക്കേജ് ആയതുകൊണ്ട് എല്ലാവരും എല്ലാ സ്ഥലവും കാണിക്കുന്നതുകൊണ്ട് ഒറ്റ റൗണ്ടിൽ എല്ലാവരും വണ്ടി കയറ്റിയിട്ട് ചുറ്റടിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. പക്ഷേ ഈ പ്രാവശ്യം വളരെ കുറച്ച് സ്ഥലങ്ങളാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാത്ത പിന്നെയും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ശരിക്കും ഇവിടെ കൊടൈക്കനാലുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ ടൂർ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് 350 രൂപയാണ് ഈ ഒരു ട്രിപ്പിന് വേണ്ടി അവർ ഈടാക്കുന്നത്. അതിൽ ഒരു 10-12 സ്ഥലത്തോളം കാണിച്ചു തന്നിട്ട് ഇത്രയും സ്ഥലം നിങ്ങൾ കാണിച്ചു തരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ 350 രൂപ പറഞ്ഞു. അപ്പോൾ ഞാൻ ടൂറിസ്റ്റ് പോയ അനുഭവം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു, ഇനി വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ വേറെ ചാർജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വരെന്ത് ചെയ്ത് ആ പാക്കേജിൽ എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞ് ഇനി ഞങ്ങൾക്ക് പിന്നെ ഗൈഡ് ചാർജ് ഉണ്ടാവും, അതൊരു 100 രൂപ ആണ്. പിന്നെ പോകുന്ന വഴിക്ക് ടിക്കറ്റൊക്കെ നിങ്ങളെല്ലാവരും കൂടിയും ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റ് എടുക്കണ്ട, എല്ലാവരും ടിക്കറ്റും ഞാൻ എടുത്തരാം, അതിനൊരു 200 വേണമെന്ന് പറഞ്ഞിട്ട് അവർ മറ്റവരെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്ത് ക്യാഷ് വാങ്ങിച്ചു. എനിക്ക് ആ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തില്ല, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ക്യാഷൊന്നും ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഞാനും ഓനുമായിട്ട് പ്രശ്നമായി. കാരണം ഗൈഡിൻ്റെ ചാർജും കൊടുക്കുന്നില്ല, ടിക്കറ്റ് ചാർജും കൊടുക്കുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് ആ ടൂർ തന്നെ ചടിച്ചു പോയി. കാരണം കൊടുക്കുന്നത് കൊണ്ടല്ല, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടെങ്കിലും ഓൻ്റെ ചാർജൊക്കെ കൊടുക്കണം. പക്ഷേ നമ്മളോടിത് ഇത്ര രൂപയ്ക്ക് ഇത്രയും സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് തന്നിട്ട് നമ്മളതും വിശ്വസിച്ച് വണ്ടി കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് പറയാണ് ആ ഗൈഡ് ചാർജ് ഉണ്ട്, ഈ ടിക്കറ്റ് ചാർജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് അങ്ങനെ എന്നൊരു പറ്റിക്കുന്ന മാതിരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അവന് പൈസ കൊടുത്തില്ല. ഞാനും അവനുമായിട്ട് ഭയങ്കര പ്രശ്നമായി. വണ്ടി കയറി കഴിഞ്ഞാൽ അവൻ്റെ നൊടിച്ചിലും പിന്നെ ടൂറിൻ്റെ ആ ഒരു രസം തന്നെ പോയി. പക്ഷേ എന്നാലും ഞാനത് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് അങ്ങനെ ടൂറിസ്റ്റ് ഓഫീസിൽ ചെന്ന് ഞാൻ അവിടുന്ന് കാര്യം പറഞ്ഞപ്പോൾ അവനോട് കുറേ ചൂടായി. അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മൾ കാര്യം തീരുന്നില്ല. ശരിക്കും ആ നോർത്ത് ഇന്ത്യക്കാരൊന്നും അറിയാണ്ട് പാവം ഓരോരുത്തർ 300 വെച്ചിട്ട് 6 ആൾക്കാർ നല്ലൊരു പൈസ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കണേ. അപ്പോൾ ശരിക്കും നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓരോ സ്ഥലത്തുള്ള ടിക്കറ്റ് അന്ന് 5 രൂപ, 10 രൂപ, 20 രൂപ, അങ്ങനെ ഒരു 6 സ്ഥലത്തുള്ള ടിക്കറ്റ്. ബാക്കിയുള്ളിടത്തൊക്കെ ടിക്കറ്റ് ഫ്രീ ആണ്, ടിക്കറ്റ് എടുക്കേണ്ടാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ 5, 10, 20 ടിക്കറ്റ് ഉള്ളിടത്തേക്ക് ഓൻ എന്താ ഇത് 200 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ടാവും പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിക്കണം. അപ്പോൾ ഈ പ്രാവശ്യം അത് ഓർമ്മ ഉള്ളതുകൊണ്ട് ഞാൻ മുൻപിൽ വന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും ചാർജ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ട്രാവൽസിൽ ബുക്ക് ചെയ്തത്. അപ്പോൾ ചാർജ് ഒന്നും അപ്പോൾ ഈ ഒരു പാക്കേജ് എടുക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം നമുക്കിവിടെ ഈ കൊടൈക്കനാൽ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് 300 രൂപയെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാ പ്ലേസും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 4 or 5 ആളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു മഞ്ഞ കാർഡുമായിട്ട് അവർ വരും. അപ്പോൾ ഓരോ ലൈനിലും 5 or 6 പ്ലേസും അതിന് കാണാൻ പറ്റിയ ചാർജും അവർ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്കൊരു ലാഭം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ആളുണ്ടെങ്കിൽ 5 ആളും 5 പാക്കേജ് എടുക്കുക. അപ്പോൾ ഇത് 5 റൂട്ടിനല്ല, ഒരേ റൂട്ടിനാണ്. അപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടി വരെന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു വണ്ടി കയറ്റിയിട്ട് എല്ലാ സ്ഥലവും കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പാക്കേജ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. പക്ഷേ ഈ ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ ഒരു പാക്കേജ് എടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. അപ്പോൾ നിങ്ങൾ പാക്കേജ് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുക. 5 ആളുണ്ടെങ്കിൽ 5 പാക്കേജ് എടുക്കുക. പിന്നെ പാക്കേജ് എടുക്കുന്നതിന് മുമ്പായിട്ട് വളരെ വ്യക്തമായിട്ട് ചോദിക്കുക ഇതിന് ഗൈഡ് ചാർജ് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ അതേപോലെ ടിക്കറ്റ് ചാർജ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കയ്യിൽ നിന്ന് നിങ്ങൾ നേരിട്ട് എടുക്കുന്നതാണ് നല്ലത്. വരിയിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. പിന്നെ അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്, ഏറ്റവും ഉപകാരപ്പെടുന്ന, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ഒരു ടൂറിസത്തിൻ്റെ ഈ ഒരു പാക്കേജ്. അപ്പോൾ ഇവിടെ ബസ്സിനോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാലും നമുക്ക് സുഖമായിട്ട് ഈ കൊടൈക്കനാൽ മൊത്തം ഏകദേശം 45 കിലോമീറ്ററിൽ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു പാക്കേജാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, പറ്റിക്കപ്പെടാണ്ടിരിക്കുക. നല്ലൊരു പാക്കേജാണ്. ഇവിടെ വരുന്നവരൊക്കെ ഈ പാക്കേജിനെ കുറിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്, ഒരുപാട് സ്ഥലങ്ങളും കാണാം.
நீதான் ஒழுங்கா போனவங்க பிடிச்சி பழனி ரோடு வரும் கட்டை அடிச்சுட்டு கட்டை இது என்ன கொடுத்துருக்கல பழனி போட்டு கொடைக்கானல் வர போட்டிருக்கோம் மக்கள் அடிச்சு 7 கிலோமீட்டர் நான் அடிச்சுக்கிறேன் எல்லாம் மாசத்துக்கு நான் போயிருக்கேன் இந்த நம்பர்ல எனக்கு வாட்ஸ்அப்